മഴയും മേഘവും മാഞ്ഞുപോയി. വാനം തെളിഞ്ഞു. ഇന്ദൂ, മോളെ ഇന്ദൂ, മുത്തശ്ശിയുടെ കണ്ണട ഇങ്ങ് എടുക്ക് മോളെ. എവിടെപ്പത് വെച്ചത്? മോളെ ഇന്ദൂ, ദാ വരുന്നു മുത്തശ്ശി. ഞാൻ എഴുന്നേൽക്കാൻ വൈകിപ്പോയി. ഇന്നലെ പോന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഒരു ചെറിയ പനിയുണ്ടായിരുന്നു മുത്തശ്ശി. ദാ കണ്ണട മുത്തശ്ശി. മുത്തശ്ശി കണ്ണട വാങ്ങിക്കുന്നു. മുത്തശ്ശി, അമ്മ എവിടെ? ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ. അവൾ ആ പയ്യനെ കറക്കുന്നുണ്ടായിരിക്കും. അമ്മേ, അമ്മേ, കണ്ണൻ എവിടെ അമ്മേ? മോളെ, ഇന്ന് കണ്ണന് ഫീസ് അടയ്ക്കണം. അവൻ ക്ലാസ്സിൽ പോവില്ലാന്ന് പറഞ്ഞിരിക്കുക. അമ്മ പറഞ്ഞു. ദാ ഫീസ്. അവനോട് ക്ലാസ്സിൽ പോവാൻ പറയേ. പൈസ കിട്ടാൻ വൈകി അമ്മേ. സാരമില്ല മോളെ. എന്തൊക്കെയാ എൻ്റെ കുട്ടിയുടെ തലയിലുള്ള കടം? എല്ലാം വരുത്തി വെച്ച് പോയതല്ലേ അവൻ? മുത്തശ്ശി പറഞ്ഞു. ഇന്ദു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി ഇനിയിപ്പോൾ കരയും. അച്ഛൻ മനഃപൂർവ്വം കാണിച്ചതല്ലല്ലോ. എന്നാ ഇതൊക്കെ ഒന്ന് തീരുക എൻ്റെ കൃഷ്ണ, അമ്മ പറഞ്ഞു. ഇനി നിന്നാൽ സ്കൂളിലെത്താൻ വൈകും അമ്മേ. ഞാൻ പോവട്ടെ. ഇന്ദു, സോപ്പും എണ്ണയും കഴിഞ്ഞിരിക്കുന്നു. അമ്മേ, ഇതൊന്നും ഞാൻ പോകുന്ന നേരത്ത് പറയണോ? അമ്മയ്ക്ക് ആ ചന്ദ്രേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കൂടെ? ഇന്ദു അമ്മയോട് പറഞ്ഞു. അപ്പോഴേക്കും മതിലിനരികിൽ നിന്ന് കുട്ടികൾ ഇന്ദു ടീച്ചറേ, ഇന്ദു ടീച്ചറേ നീട്ടിയൊരു വിളിയാ. ദാ വരുന്നു കുട്ടിയോളെ. ഇന്ദു പറഞ്ഞു. മോളെ, കഴിച്ചിട്ട് പോ. വേണ്ട അമ്മേ, ഇനി നിന്നാൽ ബെല്ലടിക്കും. ഇന്നും ബാലൻ മാഷ് ചീത്ത പറയും. ഇന്ദു ഓടുന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ചാരു നിൽക്കുന്നു. ഇന്ദുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറായിരുന്നു അത്. എന്താ ടീച്ചറെ, ഇന്നും നേരം വൈകിയോ? ഞങ്ങൾ കൊണ്ടേക്കണോ? ഛി, പോടാ. നേരം വെളുത്തില്ല അപ്പോഴേക്കും തുടങ്ങി ഓരോരുത്തന്മാർ. ഇന്ദു കടുപ്പിച്ചു മറുപടി പറഞ്ഞു. ബസ് വന്നപ്പോൾ ഇന്ദു വേഗം കയറാൻ നോക്കുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് സ്കൂൾ കുട്ടികളും. പെട്ടെന്ന് ബസ്സിന് മുന്നിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. ബസ് എടുക്കാൻ ഒരു കോലവുമില്ലായിരുന്നു. അത് ആലാട്ട് വീട്ടിലെ ആദർശായിരുന്നു. ആലാട്ട് തറവാട്ടിലെ ഒരേ ഒരു സന്തതി. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടംപോലെ പണമുണ്ട്. ആദർശ് പട്ടാളത്തിലാണ്. ലീവിന് വന്നതാ. എന്താ തമ്പുരാനെ, സുഖമല്ലേ? ബസ് ഡ്രൈവർ കണാരൻ ചോദിച്ചു. അതെ, ലീവിന് വന്നതാ. എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയാ. ആദർശ് വണ്ടി സൈഡിലേക്ക് അടുപ്പിച്ചു. ബസ് മുന്നോട്ട് നീങ്ങി. ബസ് സ്റ്റാൻഡിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആദർശിൻ്റെ. ഇന്ദു, നിനക്ക് അവനെ അറിയുമോ? ആരെ? ആ ജീപ്പിൽ വന്നവനെ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്ദു പറഞ്ഞു. നിനക്ക് നിൻ്റെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്നെ പാടവരമ്പത്തിൽ നിന്ന് ഉന്തി വിട്ടില്ലേ, അവനാണത്. ആലാട്ട് ആദർശ്. പട്ടാളത്തിലാണ്. ലീവിന് വന്നതാ. ഓ, ഓർമ്മയുണ്ട്. അവനാണോ ഇവൻ? ഞാൻ അന്ന് വീണു എൻ്റെ കാല് മുറിഞ്ഞു. അവർ സ്കൂളിലെത്തി. ബെല്ലടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് സുധാകരൻ. ഇന്ദു വേഗം ഓടുന്നു. ബാലൻ മാഷ് ഇന്ദുവിനെ കണ്ടതും ഒന്ന് മൂളുന്നു. അവൾ ഒന്നും പറയാതെ ഓഫീസിൽ കയറി ഒപ്പിട്ടു. അപ്പോഴേക്കും ബെല്ലടിച്ചു. ഓ, ഇന്ദു ടീച്ചർ ഇന്ന് ഇത്തിരി നേരത്തെയാണല്ലോ, മിനി ടീച്ചർ പറഞ്ഞു. ഇന്ദു ഒന്നും പതിയെ ചിരിച്ചു.